ലോക്സഭയിൽ പൊതുപരീക്ഷാ ബിൽ ലോക്സഭയിൽ പാസാക്കിയിരിക്കുകയാണ്. ശബ്ദ വോട്ടോടെയാണ് ബില്ല് പാസാക്കിയത്. തൽക്കാലം ലോക്സഭ പിരിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വിവിധ വിഷയങ്ങളിൽ നിന്ന് എന്തായാലും ലോക്സഭ പ്രക്ഷുബ്ധമായിരുന്നു. ഇപ്പോഴിതാ പൊതുപരീക്ഷാ ബിൽ ലോക്സഭയിൽ പാസാക്കിയെന്ന്. ഈ പൊതുപരീക്ഷാ ബില്ലിൽ അടക്കം പ്രതിപക്ഷവും ഭരണപക്ഷവും അടക്കം വലിയ രീതിയിലുള്ള നേർക്കുനേറുള്ള വാക്പോരുകൾ അടക്കം നിലനിന്നിരുന്നു. ഇപ്പോൾ ഇതാ പൊതുപരീക്ഷാ ഭേദഗതി ബിൽ പാസാക്കിയിരിക്കുകയാണ്. ശബ്ദ വോട്ടോടെയാണ് ബില്ല് പാസാക്കിയത്. വിഷ്ണു തലവൂർ കൂടി ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. ലോക്സഭയിൽ അടക്കം പ്രക്ഷുബ്ധമായിരുന്നു ഈ വിഷയം ഉന്നയിച്ച വിദ്യാർത്ഥികൾക്ക് ഒരു സമഗ്രമായ അല്ലെങ്കിൽ സുതാര്യമായ ഒരു പരീക്ഷാ സംവിധാനം വേണമെന്നടക്കമുള്ള ഒരു വിഷയത്തിൽ പ്രക്ഷുബ്ധമായിരുന്നു സഭ തുടങ്ങിയപ്പോഴേ മുതൽ. ഇപ്പോൾ ഇതാ പ്രതിപക്ഷവും ഭരണപക്ഷവും അടക്കം നേർക്കുനേരായിരുന്നു എന്തായാലും ഉണ്ടായിരുന്നത്. സഭ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴിതാ വിഷ്ണു തലവൂർ കൂടി ചേരുന്നു. വിഷ്ണു തലവൂർ, ശബ്ദ വോട്ടോടെ ഇപ്പോൾ പൊതുപരീക്ഷാ ബിൽ ലോക്സഭയിൽ പാസാക്കിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉമ്മ, എന്തായാലും പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലാണ് ശബ്ദ വോട്ടോടുകൂടി പൊതുപരീക്ഷാ ബിൽ ഇപ്പോൾ ലോക്സഭ പാസാക്കിയിരിക്കുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളിൽ വലിയ പ്രതിഷേധം തന്നെയായിരുന്നു ഉച്ച മുതൽ സഭയ്ക്കകത്ത് അരങ്ങേറിയത്. പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടു എന്നതടക്കമുള്ള വലിയ ആരോപണങ്ങൾ, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി അല്പം മുന്നേ സഭയിൽ ഉയർത്തിയിരുന്നു. ഇതിനെതിരെ ഭരണപക്ഷം വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരികയും രാഹുൽ ഗാന്ധിയുടെ പരാമർശം നീക്കണമെന്ന് ആവശ്യപ്പെടുകയും രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം തന്നെയായിരുന്നു പ്രതിപക്ഷം നടത്തിയത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് കൃത്യമായി സംസാരിക്കാനുള്ള അവസരം എന്തായാലും ലോക്സഭയിൽ ലഭിച്ചിട്ടില്ല. ഇന്ന് അത്തരത്തിൽ രാഹുൽ ഗാന്ധി ഓരോ തവണ സംസാരിക്കാൻ എണീക്കുമ്പോഴും ഭരണപക്ഷ പ്രതിഷേധമുണ്ടാകുന്നു, സംസാരം തടസ്സപ്പെടുന്നു. അത്തരത്തിൽ ഒരു സാഹചര്യം തന്നെയായിരുന്നു ഇന്നും നമുക്ക് സഭയിൽ കാണാൻ കഴിഞ്ഞത്. ഏതായാലും 3 മണിക്ക് സഭ പുനരാരംഭിച്ചപ്പോൾ കേന്ദ്ര മന്ത്രിയായിട്ടുള്ള ജിതേന്ദ്ര സിംഗ് ചർച്ചയ്ക്കുള്ള മറുപടി നൽകുകയായിരുന്നു. ഏതായാലും ജിതേന്ദ്ര സിംഗ് ഇന്ന് മറുപടി നൽകിയപ്പോൾ പല വിചിത്രമായിട്ടുള്ള വാദങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കാരണം വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്തിട്ടില്ല, കണ്ണീർ വാതകം മാത്രം പ്രയോഗിക്കുകയാണ് ഉണ്ടായത് എന്നൊരു വിചിത്രമായിട്ടുള്ള വാദമാണ് എന്തായാലും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നമ്മൾ കണ്ടതാണ് ഈ പ്രതിഷേധത്തിനിടെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റ സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബീഹാർ നടന്ന പ്രതിഷേധത്തിൽ AK-47 ഉപയോഗിച്ച് വെടിവെക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ്. ഇതിന്റെയൊക്കെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ രാജ്യത്തിന്റെ മുന്നിലുള്ളപ്പോഴാണ് അത്തരമൊരു വിചിത്രമായ വാദം, അതായത് വിദ്യാർത്ഥികൾക്ക് നേരെ വെടി ഉതിർത്തിട്ടേയില്ല എന്നൊരു വാദം എന്തായാലും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതോടൊപ്പം രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നുണ പറയുകയാണ് എന്നതടക്കമുള്ള വിമർശനം തന്നെയാണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. എന്തായാലും ഇതിനെതിരെയൊക്കെ വലിയ പ്രതിപക്ഷ പ്രതിഷേധം തന്നെയാണ് സഭയിൽ അരങ്ങേറിയത്. ആ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലാണ് ശബ്ദ വോട്ടോടുകൂടി ബില്ല് ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നത്.